ഇന്ന് ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ആവാം. സോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആണ്. Yes. Good evening all. ഞാൻ രജി. Yes, good evening. അപ്പൊ ഞങ്ങള് SNRന്ന് കുറച്ച് പേരുണ്ട്. അധികം പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ബട്ട് എനിവേ there was some connection issue maybe. ഇനിയും ടൈം ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഒന്ന് തമ്മിൽ വിളിച്ചാലും they can join. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒന്ന് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ഇന്ററാക്റ്റീവ് ഓൾസോ. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബേസിക്കലി നമ്മള് ഇപ്പൊ ഒരു വാട്ട് ആർ ദ പോസിബിലിറ്റീസ്, വാട്ട് ഈസ് ദ റിക്വയർമെന്റ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മള് പഠിക്കുന്നു, ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തു, ബേസിക് ടെക്നിക്കൽ സൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു, ദാറ്റ് ഈസ് അക്കാഡമിക്സ്. പക്ഷെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ദിസ് ഹാസ് ടു ബി കണക്റ്റഡ്. അപ്പൊ ആ ഒരു തിയറിയും പ്രാക്ടീസും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അതിലൊരു മിസ്സിങ് വരാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദി ക്ലാസിക് ഇൻഡസ്ട്രി അക്കാഡമി ഗ്യാപ്പ്. അപ്പൊ അത് ബിൽഡ് ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് സൈറ്റിലേക്ക് യൂസ് ചെയ്യാന്നുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ലക്കിലി ഐ വുഡ് സേ ദാറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് നൗ, ഇപ്പൊ മുമ്പത്തെ തവണ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ പുതിയതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ there is a lot of possibilities coming up. India growth story. You can see a lot of construction happening across Kerala. ഇപ്പൊ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു നല്ല സമയം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് a very advantageous position for us. Actually, നേഷൻ ബിൽഡിങ്ങില് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ആക്സസിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഹൈവേയിലൂടെ ഈ ഇൻഫർമേഷൻ ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ടോട്ടലി നമ്മൾ ചെയ്യുന്ന ഇപ്പൊ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ജിയോ ടെക്നിക്കൽ ഉണ്ട്, ഇതെല്ലാം പല പല ഡിപ്പാർട്ട്മെന്റുകളാണ്. പക്ഷെ ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് കുറെ കൂടെ എന്തുകൊണ്ടാണ് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്ത് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു IT ഓൾസോ. അല്ലെങ്കിൽ ലോകം മുഴുവൻ കുറെ കൂടെ എഫിഷ്യന്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ there is a lot of possibility in improving the life of people through better roads, better bridges, better infrastructure, buildings, etc. മുമ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് പണ്ട് മാനുവൽ മെത്തേഡ്സ് ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷനിൽ. ഇറ്റ്സ് ഓൾറെഡി റിമൂവ്ഡ്. ഇപ്പൊ നമ്മൾ വി സേ ഹാൻഡ് മിക്സിംഗ് ഈസ് നോട്ട് അലൗഡ്. അതുപോലെ മെക്കനൈസേഷൻ ഹാസ് കം ഇൻ എ ബിഗ് വേ. എവിടെ എന്ത് കൺസ്ട്രക്ഷൻ എർത്ത് വർക്ക് മെഷീൻസ് കംസ് ആൻഡ് ഡു ദിസ്. കോൺക്രീറ്റിംഗ് മെഷീൻ കംസ് ആൻഡ് ഡു ദാറ്റ്. ആൻഡ് ബാർ ബെൻഡിങ് മെഷീൻ കംസ് ആൻഡ് ഡസ് ദ ജോബ്. കാരണം മാനുവൽ മെത്തേഡ് പണ്ട് കാലത്ത് ഒരു ഇതായിരുന്നു. അവിടെ തിങ്സ് വാസ് സ്ലോ. നൗ യു ഹാവ് ടു സീ ദി ഹാർഡ്വെയർ playing a big role in the construction. And our idea is to connect the software to the hardware. അപ്പൊ ആ ഒരു പോസിബിലിറ്റി വളരെയധികം എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും the soft methods of doing things എന്ന് പറഞ്ഞാൽ that is the general, നമ്മളിപ്പോ ഓരോന്ന് ഫയൽ ഹാൻഡ്ലിംഗ്, എസ്റ്റിമേഷൻ, ഡിസൈൻ, ഡീറ്റെയിലിംഗ്, ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴും അത് അതിൻ്റെതായ രീതികളിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്.
അനാൽ സോഫ്റ്റ്വെയർ വേറെ, ഡിസൈൻ സോഫ്റ്റ്വെയർ വേറെ, ഡീറ്റെയിലിംഗ് സോഫ്റ്റ്വെയർ വേറെ, ബിം വേറെ, അങ്ങനെ എല്ലാം വേറെ വേറെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു വലിയ പോസിബിലിറ്റീസ് ആണ് എമർജ് ചെയ്യുന്നത്, ബൈ വിച്ച് വി ക്യാൻ സേവ് ലോട്ട് ഓഫ് മെറ്റീരിയൽ ആൻഡ് ടൈം ആൻഡ് മണി. Because these three things are together, they are not separate. So money is directly connected to time. Time is everything. So improvement in time is possible with better software, better connection, better knowledge. That's why software and hardware and knowledge has to be there. But this connect ഒരു system കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. So this is one of the very unique system you can get anywhere in the world also. You can very proudly and confidently say about this thing. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പല സിസ്റ്റംസ് എടുത്താലും അതിലെ എല്ലാം തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ കൺസ്ട്രക്ഷൻ ഇസ് എ വെരി ബിഗ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എക്സാക്ട് മൊഡ്യൂൾസിന്റെ ഒരു കണക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൽ പ്ലാനിങ് ആണെങ്കിൽ പ്ലാനിങ് മൊഡ്യൂൾ, പ്ലാനിങ്ങിന് അതിന് വ്യക്തമായ ധാരണകൾ ലോകത്ത് മുഴുവൻ ഉണ്ടാകും, അങ്ങനെ തന്നെ വർക്ക് ചെയ്യണം. അപ്പൊ അതുപോലെ ഓരോ ഇതെടുത്താലും ഇപ്പൊ അക്കൗണ്ടിങ്, പർച്ചേസ്, ഇൻവെന്ററി, ഇതൊക്കെ ഒരു അക്കൗണ്ടന്റിന് വർക്ക് ചെയ്യാൻ പാകത്തിന് എല്ലാവരും ഒരേ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് തിങ്സ് ഹാസ് ടു വർക്ക് ആൻഡ് ദിസ് ഹാസ് ടു ബി ഇന്റഗ്രേറ്റഡ്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത് ഇതെല്ലാം സെപ്പറേറ്റ് ആണ്, അതേസമയം ഇതെല്ലാം ക്ലൗഡിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ ക്ലൗഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ വി ക്യാൻ ബി ഫ്രീ, വി ക്യാൻ ബി വർക്കിംഗ് ഫ്രം എനിവെയർ ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ നമ്മളൊരു ഇപ്പൊ നിങ്ങള് യു ക്യാൻ ബി വർക്കിംഗ് വെൻ യു ആർ ഫ്രീ, whatever you like, whenever you like, wherever you like. So these are some possibilities. But things once it comes in cloud, things are very interesting. And one more thing, the AI is emerging as a very big, powerful media. AI can do wonders, and what has happened in AI, even 5% has not happened yet. The 95% has to be happening. And the way it's going to happen is very, very different. So, simulation. ഈ ഓരോ കാര്യങ്ങളുടെ സിമുലേഷൻ ഇസ് പോസിബിൾ. ഭാവി കാര്യങ്ങളിൽ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നതിൽ അത് 1000-10,000 തവണ ആ ഫാക്ടറിയിൽ മെഷീൻ ഓടിയ മെഷീൻ എന്ത് സംഭവിക്കും എന്നുള്ളത് വരെ സിമുലേറ്റ് ചെയ്ത് റെവിറ്റിൽ സിമുലേറ്റ് ചെയ്യാനുള്ള, ഫോർ എക്സാമ്പിൾ റെവിറ്റ്, നമുക്കറിയാം റെവിറ്റ് മോഡലിംഗിൽ അത് ഇത് സിമുലേറ്റ് ഒരു എക്സാക്ട്ലി ഒരു സ്ട്രക്ചർ സിമുലേറ്റ് ചെയ്യല്ല, ഒരു ഫാക്ടറി അങ്ങനെ തന്നെ സിമുലേറ്റ് ചെയ്തിട്ട് അസംബ്ലി പ്രോസസ്സ് അതിനകത്തൂടെ കൊണ്ടുവന്ന് അതിനകത്ത് എന്തൊക്കെ നടക്കും, അതിനകത്ത് എന്തൊക്കെ നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ആക്സിഡൻസ് വരാം, ഇതൊക്കെ സിമുലേറ്റ് ചെയ്യാനുള്ള രീതിയിൽ AI ഈസ് എമർജിങ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻവിഡിയയുടെ ചീഫിന്റെ എൻവിഡിയ ചിപ്സ്, AI ചിപ്സ് ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. സോ ആക്ച്വലി ദ പോസിബിലിറ്റീസ് ഇന്റഗ്രേറ്റിംഗ് various aspects of data into various other systems. ഇപ്പൊ നമ്മൾ കേട്ട് കാണാം, ഇപ്പൊ ഒരു പാട്ട് തന്നെ മോഹൻലാൽ പാടുന്നു, മമ്മൂട്ടി പാടുന്നു, എല്ലാരും പാടുന്നതായിട്ട്, പക്ഷെ ആക്ച്വലി പാടുന്ന AI ആണ്. അപ്പൊ ഒരു പാട്ട് എല്ലാരെ കൊണ്ടും പാടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് അവരെ കൊണ്ട് അവരുടെ രൂപത്തിൽ നിർത്തി ആക്ട് ചെയ്യും, അവരെ സ്ട്രക്ചറിൽ സിമുലേറ്റ് ചെയ്ത മോഹൻലാലിന്റെ കവിള അനങ്ങുന്നത് പോലും സിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ മോഹൻലാലിനെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചിട്ട് വേറൊരു കാര്യം പറയും. ഇതൊക്കെ ദിസ് ഈസ് തിങ്സ് വിച്ച് ആർ ഗോയിങ് ടു എമർജ്. ഇപ്പൊ all these things, it is not, the structure has a very big part to play. കാരണം ഒരു സ്ട്രക്ചറിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ് ഒരു which was a very difficult area for actually. ഈ പണ്ടത്തെ നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഫേസ് മൂവ്മെന്റ്സ് ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ അനങ്ങുന്ന മാതിരി. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ ജുറാസിക് പാർക്ക് കാണുമ്പോൾ യു ക്യാൻ ആക്ച്വലി സീ ദ സിമുലേഷൻ വർക്കിംഗ്. എക്സാക്ട്ലി ഈ സ്ട്രക്ചർ മുഴുവൻ സിമുലേറ്റ് ചെയ്തിട്ട് അതാണ് വരുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ ഡിഫ്ലക്ഷൻ വരുന്ന മാതിരി തന്നെ ഈ മെമ്പറിന്റെ റിജിഡിറ്റി മോഡൽ ചെയ്തിട്ട് അവിടെ നിന്നാണ്
ആ ഡിഫ്ലക്ഷൻസ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പോയ എന്താ വെച്ചാല് the possibilities are getting enormously interesting. അതില് you have to get ready for the digital world. There's a lot of things possible also. മുമ്പ് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചിറങ്ങി കഴിയുമ്പോഴാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണല്ലോ എന്ന് വരും. ഏത് ഇൻഡസ്ട്രിയിൽ നടക്കും. സോ മെനി ആർ നോട്ട് ഏബിൾ ടു കോപ്പ് വിത്ത് ദ സ്പീഡ് ആൻഡ് ടൈം ആൻഡ് റിക്വയർമെന്റ്സ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് വരിക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗ്യാപ്പായിട്ട് വരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി വരുമ്പോഴാണ് ഈ ടൂൾസ് നമ്മൾ നേരത്തെ അക്വയർ ചെയ്താൽ നല്ലതായിരുന്നല്ലോ എന്ന് ചിന്ത വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. വാട്ട് എവർ വി ആർ ടെല്ലിങ്, വി ആർ നോട്ട് ടെല്ലിങ് സം പാർട്ട് alone. We are trying to make you better managers, better construction managers, better structural designers, detailers, and whatever you want. Because we are trying to talk about all these things to you. If you have the energy, if you have the time, if you have the resources, that is time only. Your resource is only time, because the payment is completely done by the college for you to improve. So you can utilize these resources to, achieve your goal. അപ്പൊ ഇതൊരു ക്രിക്കറ്റ് ഞാൻ പറയാറുള്ള മാതിരി, you can be an all-rounder if you want, or you can be a batsman or a bowler. എന്ന് പറഞ്ഞാൽ you can be a planner, you can be a site person or a project manager. The duties are different. The softwares you have to deal with is different. My aim is not to make you just a site engineer, but a project manager. But site engineer's job is also very important and very influential. Because yesterday, 2 days back, I was talking about an opportunity, 1 or 2 years experience, good knowledge at the site can get around 40,000-45,000 rupees. Earlier, it was not that. So the things are emerging. I had a visit to, outside our state, and I found that there is nothing happening in industry in engineering. I thought it's only problem in Kerala. But everywhere in India, people are well behind this thing. So we have a lot of things to do. And why we have to do all this is because we can do. Now the resources are there. The digital highway is there. The softwares are there. The information is there. Now you have the time and ability to understand these things in a unique concept. അപ്പൊ ERP ഇതെല്ലാം കൂടി കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ERP എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർ കഴിഞ്ഞ തവണ കേട്ട് മനസ്സിലായി കാണും. That is integrating the entire stuff in the cloud. A large number of modules itself integrated together. അപ്പൊ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. So that, all the information can be shared across all the people in the company, across people in the site, office, everywhere, and the client. Things will be moving much faster than what you have seen earlier. And the AI is going to understand the drawings and do things ready for you. So there's so many things we are trying to work together. And we have an experience of teaching you for the last 3 years. Here, we have used your talent after you have, graduated. We have put some of your people in big projects. And many of them was able to be run by just fresh engineers, large projects also. So that was okay. But, the level of people, earlier you can say the broadband was not good and, a lot of issues was there, but a lot of advantages could be made out of this education program. And we can recommend you to some other things. We are not committing anything, but if we see good, intelligent, interested parties, maybe we can consider you or recommend you to some opportunities. So these are the possibilities out of this thing. But, generally, this will make
every one of you, to stand in your legs after you graduate, if that is your aim. If you feel that this course enables you to be standing in your legs, becoming independent, that is what it's all about. Because it gives you the strength and the wind beneath your wings to make you powerful. You will be able to fly yourself. That's what we try to, convey to people. Because only with the knowledge, only with proper understanding, you can actually command what is happening around you. അപ്പൊ ഇത് പോസിബിൾ ആണ്. ഇത് തന്നെയാണ് നമ്മൾ ഇതിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ്സ് ഈസി, ഇറ്റ്സ് നത്തിങ്. It's connected to everything. It's connected to BIM also. For example, we do design, detailing, and we take the reinforcement, we pass it to Revit. We do the estimation, and the estimation, after the estimation, our AI will create the Revit, the 3D. So these things, every aspect is interconnected. BIM is interconnected. Design, detailing, estimation, planning, site management, quality control, all these things are actually interconnected, and this has to be connected in a digital platform also. So there's nothing different and difficult, but the major difference between BIM and this can be, this also is connected with BIM. For example, in the BIM environment, it may be difficult for you to add an accounting system to that. In the BIM, you get some of the things, maybe it will be there. You have to take some, or extract the values and then connect to manually or do some interconnections. Because I don't see the Revit is also having many functions like, quality control systems. All this can be inbuilt into a single system. That is the beauty of it. എന്ന് വെച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ സോഫ്റ്റ്വെയർ അല്ല, നമ്മൾ പറയുന്ന പ്യുവർ തിയറി, പ്യുവർ കാര്യങ്ങളുമാണ്. ഇതില്ലാതെ നമുക്കത് പറ്റുകയില്ല. We'll be discussing all these things, possibilities, and we will try to guide you to the theory part also. Because you cannot just depend on the software. You have to understand the theory. And the theory is also not very difficult. Theory is made difficult by people. മനുഷ്യനെ ഒന്നായിട്ട് സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യരെ എന്ത് ചെയ്തു? പല മതങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവിതം വളരെ കോംപ്ലക്സ് ആക്കി മാറ്റി. എന്ന് പറഞ്ഞ മാതിരി നമുക്ക് പറയാം, ഇപ്പൊ RCC എല്ലാ മെമ്പേഴ്സും ഒരേ ഇത് തന്നെയാണ്. അതിനകത്ത് മൊമെന്റ് വരുന്നു, ഷിയർ വരുന്നു, അത് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ബീമെന്നും സ്ലാബെന്നും കോളെന്നും ഒക്കെ ഫുട്ടിങ് ഒന്നും പേരിട്ട് വിളിക്കണം എന്നില്ല. ബിക്കോസ് ഫണ്ടമെന്റലി ഒരെണ്ണം മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റുകളും ഇതൊക്കെ 10 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എന്ത് സംഭവിച്ചു? അന്ന് കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. സോ ഇൻഡിവിജ്വലി ആ രീതിയിൽ തന്നെ ഇത് കമ്പ്യൂട്ട് ചെയ്തില്ലെങ്കിൽ കമ്പ്യൂട്ടർ തീരില്ല. നൗ modeling is possible. Sadly, we are still following the things, your syllabus is the same syllabus what I did study 30 years ago. It's not 30, it's maybe 35 years back. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ syllabus is not changing as per the changes in the modern world. IT-ലൊക്കെ ആണെങ്കിൽ ഒരു സിലബസ് ഇട്ടിട്ട് കുറച്ചുകൂടി നമ്മൾ സില്ല അത്രയും മാറുന്നില്ല എന്ന് വയ്ക്കാം. പക്ഷെ now IT and our thing is not different. It's all the same. Because നമ്മൾ നാളെ ഡ്രോൺ ഉപയോഗിക്കുന്നു, റീഎൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്യുന്നു. അപ്പൊ എന്റെ ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. വെച്ചാല് നമ്മൾ റെവിറ്റിൽ മോഡൽ ചെയ്ത് റീഎൻഫോഴ്സ്മെന്റ് ഡ്രോൺ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് അത് AI will compare all these things and it will come out with the errors or conflicts. Am I talking 20 years ahead of things? No, this is possible today. But this is going to be the change that's going to happen.
അപ്പൊ ഇതനുസരിച്ച് കാര്യങ്ങൾ പറ്റും. You don't have to look into there's a lot of changes possible. We can just convey some of the interesting things for you to understand it differently. We're trying to teach you differently to make you more powerful. So this is the funda about all the program. We will be covering geotechnical structure, construction management in the system. But the classes will be taken by our engineers who are, doing all these things. So they will be actually showing you their projects, their works, our softwares, and all this in a systematic way. Not just 1 or 2 classes per week. And you get to ask your doubts. You get the chance to ask your doubts to our engineers. So they will be able to help you. If there is anything not, communicated or conveyed, we can work together. And there are some other advantages we can get from this program. That is, you can involve as engineers. You're seeing a lot of things, but it's not getting registered in your mind. For example, I asked 4 engineers today one question. What is the headroom for the basement ramp? What is the headroom provided for my basement room? My basement, that is, in my basement, what is the headroom provided? These people are, walking through this every day for the last 20 weeks. Some of the junior engineers, I asked this question, but they are not able to tell. Because whatever they are seeing, they are not registering. So when you see, structures, Ambalam, Palligal, bridges, all these things. There you have to see the structure, understand the structure, and register in your mind. Okay, ഇതൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ കിട്ടും എന്നുള്ളൊരു ഇതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. And you can little bit extend through this program. If you have, projects around you, maybe we can support that project. You can take it as a, there are a lot of possibilities that can emerge. We can support you for your project work if it is interesting to us also. നമ്മുടെ നാട്ടില് ഒരു പ്രധാന പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് അറിയോ? കോൺക്രീറ്റ് എടുക്കുക. പിന്നെ കോൺക്രീറ്റിന്റെ കൂടെ കുറച്ച് കോൺക്രീറ്റ് ഒന്നും ഇണ്ടാത്തൊരു പാവം സാധനമാണ് ഈ കോൺക്രീറ്റ്. അപ്പൊ അതിന്റെ കൂടെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്യുക, എന്നിട്ട് ഒരു പേപ്പർ ഉണ്ടാക്കുക. അപ്പൊ കോൺക്രീറ്റിന്റെ കൂടെ ചാരം മിക്സ് ചെയ്യുന്നു, മറ്റത് മിക്സ് ചെയ്യുന്നു, മറിച്ചത് മിക്സ് ചെയ്യുന്നു, ചാണകം മിക്സ് ചെയ്യുന്നു, എന്ന് പറഞ്ഞാൽ എയർ മിക്സ് ചെയ്യുന്നു, അരി, മറ്റേ ഗോതമ്പിന്റെ എല്ലാത്തിന്റെ ആസ്ക് മിക്സ് ചെയ്യുന്നു. ലോകത്ത് കിട്ടാവുന്ന ഈ കോൺക്രീറ്റ് മാത്രമല്ല കേട്ടോ, അതുപോലെ പല സാധനങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ മനുഷ്യന്റെ ആയുസ് മുഴുവൻ അതിൽ നശിച്ചു പോവാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്കിങ്ങിൽ വരുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രോജക്ട്സുകൾ ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾക്ക് അപ്പൊ ജസ്റ്റ് അതങ്ങനെ ആഡ് ചെയ്തു, അതിന്റെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് എടുത്ത് പരിപാടി തീർന്നു. ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം, നാടിന് എന്ത് ഗുണം? യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ കണ്ണ് മേടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, പല കോളേജസിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. 80% ഓഫ് ദ കോഴ്സസ് ആർ മെയ്ഡ് ഓഫ് തിങ്സ് ലൈക്ക് ദിസ്. എൻ്റെ ഒരു ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ maybe 80 or 70% of the projects are coming like this. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? നമ്മളിപ്പോ റെഡിമിക്സ് പ്ലാന്റിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ഈ ലോകത്ത് ഇത്രയും റിസർച്ച് നടന്നിട്ട് എന്തെങ്കിലും ഗുണം ഇതിനുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് അവരും ഇപ്പൊ കൊടുക്കുന്നില്ല. അപ്പൊ ഇത് ആർക്കും ഗുണമില്ലാത്ത കുറെ വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട് മാത്രം അങ്ങനെ കുറെ ഇതിൽ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So whenever you do something, see whether it is good for the country, for you.
എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി മോസ്റ്റ് റിക്വയർഡ് ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് try to do some research projects, try to do some, programmable things, software. So these are the things which is used by people, will be used by people. ഇനി മറ്റത് ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ നോക്കൂ, സെൽഫ് കോമ്പാക്ടിങ് കോൺക്രീറ്റ് ഉണ്ടായില്ലേ, സെൽഫ് കോമ്പാക്ടിങ് ഫ്ലോയിങ് കോൺക്രീറ്റ് ഉണ്ടായില്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ എന്ത് പറയും? അത് നമ്മൾ ഉണ്ടാക്കിയല്ല, ഇത് പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ ആൾക്കാരുണ്ടാക്കി, പിന്നെ നമ്മളത് ഫോളോ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെയും നമ്മൾ ആ ഫ്ലോയിങ് കോൺക്രീറ്റിനകത്ത് ചാരം മിക്സ് ചെയ്തു, പലതും മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം കേട്ടോ. അപ്പൊ ഇത് ഈ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുണ്ട് ഈ സാധനങ്ങളൊക്കെ എല്ലാം. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫീൽഡ്. കാരണം എല്ലാ മനുഷ്യരും അവരുടെ ജീവിതകാലത്തെ എല്ലാ സമ്പാദ്യവും അവനൊരു വീട് പണിയാണ്. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 90% ആൾക്കാരുടെയും ജീവിതോദ്ദേശം എന്ന് പറയുന്ന ഒരു വീട് പണി മാത്രമാണ്. അതിൽ അവന്റെ ആയുസ് മുഴുവൻ അവർ 20 കൊല്ലം 25 കൊല്ലത്തേക്ക് ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാശ് മുഴുവൻ എങ്ങനെ അത്ര അടയ്ക്കേണ്ട വരുന്നത്? 50% വേസ്റ്റ് ആണ്. 50% ഇപ്പോഴത്തെ നമ്മുടെ പോസിബിലിറ്റീസ് വെച്ച് കമ്പയർ ചെയ്താൽ our manual methods are 50% obsolete and waste. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി ചെറുതായിട്ട് പറഞ്ഞുതരാം. ഐ എം ട്രൈങ് ടു മോട്ടിവേറ്റ് യു ടു തിങ്ക് ഡിഫറെന്റ്ലി. ഇപ്പൊ 100 പേജ് അസൈൻമെന്റ് എഴുതണം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിപ്പോ കൈകൊണ്ട് തന്നെ എഴുതേണ്ടി വരും കേട്ടോ, അത് പറഞ്ഞത്. പക്ഷെ ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ബുക്ക് പ്രിന്റ് ചെയ്യണ മാതിരി എഴുതി കൊടുക്കേണ്ട ഒരു ജോബാണ് വീട് പണിയണ മാതിരി സം ജോബ്. 100 പേജ് എഴുതണമെങ്കിൽ ഒരാളെ ഇരുത്തി ഒരു ദിവസം മുഴുവൻ ഇരുത്തി എഴുതിയാലേ ആ 100 പേജ് തീരുള്ളൂ മാനുവലി. പക്ഷെ പ്രിന്റ് എടുക്കാനാണെങ്കിലോ, ഇപ്പൊ 100 പേജ് ചെയ്യണ ഒരാൾക്ക് കാശാണെങ്കിൽ പോലും 1000 രൂപ കൊടുക്കണം, മറ്റേതാണെങ്കിൽ 20 രൂപ പ്രിന്റ് എടുക്കണം. 100 പേജിന് നമ്മുടെ ഇതിൽ പ്രിന്റർ തന്നെയാണെങ്കിൽ 20 രൂപ. അല്ലെങ്കിൽ പേപ്പറിന്റെ കേസ് ഞാൻ രണ്ടിലും കൂട്ടിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പ്രിന്റിംഗ് കോസ്റ്റ് ഈസ് 20 rupees. 1000/20, വാട്ട് ഈസ് ദ ലിവറേജ്? ലിവറേജ് ഈസ് 50 times, 50 ഇരട്ടി. അപ്പൊ അതാണ് ഡിജിറ്റലും ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളും ഈ നമ്മള് ഇന്ത്യയിൽ മുഴുവൻ കർഷകരാണ്. ഈ കർഷകർ മുഴുവൻ ചെയ്യുന്നത് എന്താ? 80% ഇന്ത്യക്കാര് കർഷകരാണ്. ഈ 80% ആൾക്കാരും മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത്. എഫിഷ്യൻസി ഈസ് വെരി 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 ലോ. അപ്പൊ ഇവര് മാനുവൽ ലേബർ ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ മുഴുവൻ ഇത് ചെയ്യണമെന്നല്ല, പക്ഷെ ദേ ക്യാൻ ബി, അവരെ കൊണ്ട് അത്രയും കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ചെയ്യുന്നതിന് പകരം ആക്ച്വലി ദിസ് ഹാസ് ടു ബി മച്ച് ബെറ്റർ. ഇസ്രായേലില് എന്താണ് അഗ്രികൾച്ചർ, അവർക്ക് നമ്മുടെ 20-1 വെള്ളമുള്ളൂ. പക്ഷെ ആ 20-1 വെള്ളം വെച്ചിട്ട് അവന് 20 ഇരട്ടി പ്രൊഡക്ഷൻ എടുക്കുക. അപ്പൊ എത്രയായി? അപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ 40 ഇരട്ടി. അപ്പൊ ഈ 40 ഇരട്ടി അഡ്വാൻറ്റേജ് നമ്മൾ കൊണ്ടുവരുമ്പോൾ 50 രൂപയ്ക്ക് മേടിക്കുന്ന അരി നമുക്ക് 2.5 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. സോറി, 40 ഇരട്ടി വേണ്ട, 20 ഇരട്ടി ആണെങ്കിൽ പോലും 50 രൂപയ്ക്ക് മേടിക്കുന്ന അരി 2.5 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഇത് കൂടുതൽ ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ പറ്റും. ഈ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞത് ഇതിന്റെ ഒരു സിമിലർ കാര്യങ്ങളാണ് ഈ മാനുവൽ പ്രോസസ്സിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ രംഗത്ത് നടക്കുന്നത്. അപ്പൊ ദിസ് ഓൾസോ ക്യാൻ ബി ഡിജിറ്റൈസ്ഡ്, ഓട്ടോമേറ്റഡ് ആൻഡ് മെയ്ഡ് ഫാസ്റ്റർ. ഇപ്പൊ നമ്മള് ഇവിടെ കേരളത്തിൽ ചെയ്യുന്നോണ്ട് ഇവിടെ കേരളത്തിലെ തൊഴിലാളികളൊന്നും ഇവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നില്ല. ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ തൊഴിലാണ് ഇവിടെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അവർക്ക് പണിയില്ലാണ്ടായാലോ എന്നൊക്കെ ചോദിച്ചാൽ അത് തിരിഞ്ഞു ചോദിക്കേണ്ടവര്, കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് ഗുണമോ ദോഷമോ എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിനെ കുറ്റം പറയാൻ പറ്റൂല, പണ്ട് നമ്മൾ കുറ്റം പറഞ്ഞിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഡിജിറ്റൈസ്ഡ് മെത്തേഡ്സിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പൊ ഇൻ ദ ഫ്യൂച്ചർ പീപ്പിൾ ആർ ഗോയിങ് ടു ബി മൂവിങ് ഫാസ്റ്റർ, ഡൂയിങ് തിങ്സ് ബെറ്റർ. അങ്ങനെയുള്ളൊരു വേൾഡിലേക്കാണ്
നമ്മൾ വരാൻ പോകുന്നതെന്ന്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ വെൽ കണക്റ്റഡ് എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ടാണ്. You can also think about these things. If you have anything to ask me, anything different, if you feel, you can ask me. Any questions? പറയൂ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ബേസിക്കലി എനിക്കൊരു ഇത് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ചെറിയ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മുമ്പ് കൺവേ ചെയ്തത്. സോ താങ്ക് യു ഓൾ. We'll wind up for the day. If you have any questions, you can ask me. Otherwise we will wind up. So ഭാവി കാര്യങ്ങൾ ഇതുമാതിരി ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനല്ല. Now we will be actually into these things. You will be actually going through the syllabus. Thank you, അപ്പോൾ sir. നിങ്ങൾക്ക് താങ്ക് യു. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ലീവ് ചെയ്തോളൂ. Okay, sir. സർ എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടൊന്ന് സംസാരിക്കാനായിരുന്നു. എന്നാ ശരി, എന്നാ ഞാൻ ലീവ് ചെയ്തോളാം. ഓക്കെ, ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. ബൈ ബൈ. ഇന്നത്തെ ബേസിക് താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോ ഇന്നത്തെ ബേസിക് സെഷനിൽ നിങ്ങളെ ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ ഓവറോൾ അഡ്വാൻറ്റേജസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരാന്നുള്ളതായിരുന്നു. ആൻഡ് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ക്ലാസ് ഡയറക്റ്റ് സ്റ്റാർട്ടിങ് ആയിരിക്കില്ല. ബട്ട് നമ്മൾ ഓരോ സിലബസിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് റഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. മെയിൻലി നിങ്ങൾക്ക് എല്ലാ ദിവസവും ½ സെഷൻ അതായിരിക്കും ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ കംഫർട്ടബിൾ ആയിട്ടൊരു ടൈം സജസ്റ്റ് ചെയ്യാം. നാളെ വൈകിട്ടത്തേക്കുള്ളിൽ ഒരു 6 മണിക്കുള്ളിൽ അറിയിക്കണം എന്നേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് കോർഡിനേറ്ററിനെ എലക്ട് ചെയ്തിട്ട് ആ ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മതി. ഞാനായിരിക്കും നിങ്ങളുടെ ക്ലാസ് സെഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് വിൻഡു എന്നാണ്. സോ ഇത് ബേസിക്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ സെയിം ലിങ്കിലാണ് ക്ലാസ് ജോയിൻ ചെയ്യേണ്ടത്. ലിങ്ക് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ സെയിം ലിങ്ക് എടുത്തിട്ട് അങ്ങനെ ജോയിൻ ചെയ്യാം. ക്ലാസ് ടൈമിംഗ് നാളെ ഫിക്സ് ചെയ്യുള്ളൂ. ഇൻ കേസ് 6 മണിക്കുള്ളിൽ ഒരു ടൈമും നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഒരു 9 മണി തൊട്ട് 9:30 വരേക്കും ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ടൈം. ½ സെഷനേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ കണ്ടിന്യൂ ചെയ്യും. ആ രീതിയിലായിരിക്കും. മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് ടൈമിങ്. അതിൽ എല്ലാ ദിവസവും കമ്പൽസറി ആയിട്ടൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ തിരക്ക് അനുസരിച്ച് ഡേയ്സിന്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 4 to 5 സെഷൻസ് പെർ വീക്ക് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാം. മെയിൻലി ഇങ്ങനെ ധൃതി പിടിച്ചെടുക്കുന്നതല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്നുള്ള ക്ലാസ്സസും വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അതല്ലാണ്ട് നിങ്ങൾക്ക് എക്സാംസ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് 20th തൊട്ട് ഇന്റേണൽസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓൾറെഡി എനിക്കറിയാം. സോ നെക്സ്റ്റ് വീക്ക് ഞാൻ നിങ്ങൾ ഒട്ടും ട്രബിൾ ചെയ്യില്ല. മൺഡേ ഓൺവേർഡ്സ് നിങ്ങൾ ഫുള്ളി ഫ്രീ ആയിരിക്കും. എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരും. നാളെ കോഴ്സിന്റെ ഡീറ്റെയിൽ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനൊരു സെഷൻ വെക്കുന്നുണ്ട്. നാളെ ജോയിൻ ചെയ്യുന്നവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നാളത്തെ സെഷന്റെ ടൈമിങ് നിങ്ങളൊന്ന് തമ്മിൽ ആലോചിക്കുക. 9 to 9:30 നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്നെ അറിയിക്കുക ഗ്രൂപ്പിൽ. ഓക്കെ, സോ ഇത് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളെ സെഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നാളെ പറയാം. ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ് പേജിന്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കയറി ഞങ്ങളുടെ സോഫ്റ്റ്വെയർസും അതുപോലെ പോർട്ട്ഫോളിയോ ഒക്കെ ചെക്ക് ചെയ്യാം. എന്നിട്ട് നാളത്തെ സെഷൻ ജോയിൻ ചെയ്യാം. ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം ലിങ്ക് ഓപ്പൺ ചെയ്ത് ജോയിൻ ചെയ്ത് നോക്കാം. ഈവൻ ഞാൻ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റും. അങ്ങനെ ുണ്ടോന്നും ചെക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നാളെ ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എക്സ്പേർട്ട് അതിന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ത്രൂ ഫോൺ ആദ്യം നോക്കാം, ബട്ട് ത്രൂ ലാപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. പാരലി പ്രാക്ടീസ് ചെയ്യാനൊക്കെ അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ.
അതുപോലെ സ്ക്രീൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആയിരിക്കും, കുറെ മൈന്യൂട്ട് ഡാറ്റ ഒക്കെ നിങ്ങൾക്ക് മിസ്സാവും. ബെറ്റർ നിങ്ങൾ ലാപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. എല്ലാ ക്ലാസ്സിലും റെക്കോർഡ് ആയിരിക്കും, റെക്കോർഡിംഗ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ പേഴ്സണൽ ചാനൽ തന്നെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെ സീനിയേഴ്സിന്റെ വരെയും റെക്കോർഡിങ്സ് അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എല്ലാ ക്ലാസ്സസും റെക്കോർഡ് ആയിരിക്കും. നിങ്ങൾ ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിന്നാണ്ടിരുന്നാൽ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവസാനിപ്പിക്കാം. സംസാരിച്ച് ഇന്ററാക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, സോ ഇതുകൊണ്ട് ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞുള്ള ദിവസം നമ്മൾ കുറച്ച് ഡെമോൺസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ബേസിക് ആയിട്ട് പ്രൊജക്ട് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, സ്ട്രക്ചർ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, അതുപോലെ ജിയോയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ മൂന്ന് ക്ലാസ്സസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാമിന്റെ ബ്രേക്ക് വരും. എക്സാം കഴിഞ്ഞ് റീജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ടോപ്പിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.